ഹായ് ഹലോ വെൽക്കം ടു ഹംഗ്രി ഗൈസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഒരു ഫാമിലി ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ട്രിവാൻഡ്രത്തുള്ള സൗത്ത് പാർക്ക് എന്നുള്ള ഹോട്ടലിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ ഫാമിലിയിലെ ശ്രീഹാൻ ബേബിയുടെ ഫസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ ആണ് കേട്ടോ. കയറി വന്നപ്പോൾ തന്നെ സ്റ്റേജൊക്കെ എല്ലാം സെറ്റായിരുന്നു, എല്ലാം വെൽ സെറ്റായിരുന്നു. ഡി ജെയുടെ കാര്യങ്ങളും എല്ലാം സെറ്റായിരുന്നു. കുറച്ച് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു, റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. 6 o'clock ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പേര് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. മെയിൻ കേക്ക് അതുവരെ റിവീൽ ചെയ്തിട്ടില്ലായിരുന്നു. ബാക്കി ഡോണറ്റ്സും കപ്പ് കേക്ക്സും പോപ്സും സിക്കിൾസും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വന്ന് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് അങ്ങനെ എല്ലാവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ബേബിയുടെ എൻട്രി ഒക്കെ നല്ല ഗ്രാൻഡായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ബ്ലൂ ആൻഡ് സിൽവർ വൈറ്റ് തീമിലായിരുന്നു ഫുൾ ഡെക്കറും കവർ ചെയ്തിരുന്നത്. ആളുടെ ഫോട്ടോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ബേബിയുടെ എൻട്രി കാണാം. how to discover the world. അങ്ങനെ പല പല കാര്യങ്ങളും. അനിയനെങ്ങനെ പാവാണ്? എന്താ ചിരിക്കോ? ചിരിക്കത്തേ ഉള്ളൂ. എന്തെങ്കിലും പറയൂ.
എന്തോ പറഞ്ഞിട്ടുണ്ട്. അതാ പേര് പറഞ്ഞ ഫസ്റ്റ്. ആരാധ്യ. വീട്ടിലെന്താ പഠിക്കുന്നത് ആരാധ്യ? ദിയ എന്നാണോ? ഏത് സ്കൂളിലാ പഠിക്കുന്നത്? ആണോ? ഒന്നും മിണ്ടത്തോടിയില്ല. ബലൂൺസ് ഒക്കെ വേണോ? ഇഷ്ടമായോ ബലൂണൊക്കെ? ഇഷ്ടമായോ? ഇതാണോ വേണ്ടേ? ചെയ്താൽ മതിയോ? നമുക്ക് അവരുടെ പെർഫോമൻസ് ഒന്ന് നേരി കാണുമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ജസ്റ്റ് എല്ലാവരും ഒന്ന് ക്ലാപ്പ് ചെയ്യും, ലൗഡായിട്ട് ക്ലാപ്പ് ചെയ്യും. എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾ സെലിബ്രിറ്റീസ് ആയി വരൂ. ചേട്ടൻ നമുക്ക് വേണ്ടിയിട്ട് പാട്ട് പാടാം എന്നാണ് പറയുന്നത്. ചേച്ചി ഡാൻസ് കളിക്കാന്നാണ് പറഞ്ഞത് അല്ലേ? നിങ്ങൾ റീൽസ് എടുക്കുമ്പോ അങ്ങനല്ലേ? ചേച്ചി പാടും. ഇനി കുറച്ച് പാർട്ടി സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് നമുക്കിനി നേരെ ഫുഡിലേക്ക് പോകാം കേട്ടോ. ഫുഡിലുണ്ടായിരുന്നത് ഫ്രൈഡ് റൈസ്, അപ്പം, ചപ്പാത്തി, ചിക്കൻ കറി, വെജിറ്റബിൾ സ്റ്റ്യൂ, പിന്നെ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് പപ്പടം, കേർഡ് റൈത്ത വരുന്നുണ്ട്, പിക്കിൾസ് വരുന്നുണ്ട്, പിന്നെ സാലഡ് വരുന്നുണ്ട്, പിന്നെ ഐസ്ക്രീമും പിന്നെ നമ്മൾ കട്ട് ചെയ്ത കേക്കൊക്കെ ആയിരുന്നു നമുക്ക് ഫുഡായിട്ട് കഴിക്കാനായിട്ട് ഉണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് പ്ലേറ്റിലാക്കിയതിന് ശേഷം ഞങ്ങൾ കഴിച്ചു. ശരി, അപ്പോൾ ആദിത്യൻ ഒരു പാട്ട് പ്ലേ ചെയ്യാം. നമ്മുടെ കുട്ടി ഇപ്പൊ ഇവിടെ ഒരു ഡാൻസ് കളിക്കും. ഞാൻ ചോദിച്ചു വന്നിട്ട് ശ്രീഹാന്റെ അപ്പൂപ്പനാണല്ലേ, അപ്പൊ അപ്പൂപ്പൻ എന്താ പറയാനുള്ളത്? ഇപ്പൊ ഇത്രയും നാളും അച്ഛനായിരുന്നു, ഇപ്പൊ അപ്പൂപ്പനായി. സന്തോഷാണോ? സന്തോഷമാണ്. വേറെ ഉണ്ട്. അപ്പൊ ശ്രീഹാനെ കുറിച്ച് എന്താ പറയാനുള്ള മെമ്മറബിൾ ആയിട്ടുള്ള ശ്രീഹാൻ ലൈഫിലോട്ട് വന്നതിന് ശേഷം? വില്ലനാണോ? പറഞ്ഞോ. അത്രേ ഉള്ളൂ? വേറെ പാവം അപ്പൂപ്പനെ പോലാണ് ആളെന്നാണ് പറയുന്നത്. പറയുന്നേ. പിന്നെ അമ്മൂമ്മയാണ് കൂടെ ഓടുന്നത്. അപ്പൊ ആ ഓട്ടത്തിന്റെ എക്സ്പീരിയൻസ് നമുക്ക് അമ്മൂമ്മയോട് ചോദിക്കാം. കണ്ടുപിടിച്ചായിരുന്നു. അമ്മ പഠിക്കാനൊക്കെ പോകുന്നുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല, ഓർമ്മ.
ആഗ്രഹമാണല്ലേ പറഞ്ഞ ഗുണ്ടയായിട്ടൊന്ന് മാറിയിരുന്നെങ്കിൽ. അമ്മ പഠിക്കാൻ പോയി പിന്നെ നിന്റെ അടുത്ത് നിന്നോ. ഇത്രയും യങ്ങായിട്ടുള്ള ഒരു അമ്മൂമ്മ എല്ലാരും നോക്കോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോനെ. അതിനെ കേട്ട് അനുവിന് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഭയങ്കര ക്ലോസ് ആണ്. എന്നോട് പറഞ്ഞിട്ടുണ്ട് 6 മണിക്ക് മുമ്പേ എത്തണം. കാരണം ഇവരുടെ അന്ന് തൊട്ടുള്ള എല്ലാ വീഡിയോയും ഫോട്ടോസ് ഒക്കെ ഞാൻ തന്നെ കവർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എൻ്റെ അടുത്ത് നേരത്തെ വരണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ഇങ്ങനത്തെ ഒരു മൂവ്മെന്റ് കിട്ടിയത് തന്നെ ഭയങ്കര സന്തോഷമാണ്. ഞാൻ അത് എൻജോയ് ചെയ്യാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ വേറെ ശ്രീകാന്ത് നല്ല കുട്ടനാണ്. ഫോണിൽ കൂടെ ഒക്കെ സംസാരിക്കും. നല്ല രീതിയിലൊക്കെ കുറച്ചൊക്കെ ഇത്തിരി സംസാരിക്കും. ഇത്തിരി കുറുമ്പൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. നല്ല ആക്റ്റീവാണ്. വേറെ ഒന്നുമില്ല. മനസ്സ് How is the ice cream? Vishnu ആയിട്ട് പോകും. ഫോക്കസ് കണ്ടില്ലല്ല. ബലൂന് പൊട്ടിക്കോ? പൊട്ടിക്കൂല ചേച്ചി. ബലൂണ് പൊട്ടിക്കോ? പൊട്ടിക്കോ? ഇവരായിരിക്കാണ്
സനൽ ചേട്ടൻ മഞ്ജു ചേച്ചിയാണ് അപ്പൊ വിന്നറായിരിക്കുന്നത്. സോ ലെറ്റ്സ് ഗിവ് ദം എ വണ്ടർഫുൾ അപ്ലോസ്. സ്ട്രീറ്റിലൊന്ന് മസ്തി ചെയ്യാലേ അല്ലേ റോക്കിംഗ് ക്ലബ് ഡാൻസ് ഇറങ്ങിയാലേ ബോട്ടിൽ മുട്ട ഓപ്പൺ ചെയ്യാലേ ഫുൾ കാർണിസം ചെയ്യാലേ മൈൻഡോ എന്ത് സൂപ്പർ ലെറ്റ്സ് റിലാക്സ് ആൻഡ് റോക്ക്. ഇനിയും നമുക്ക് ഇതുപോലുള്ള ഫാമിലി ഫംഗ്ഷൻസിന് എല്ലാത്തിനും ഒത്തുചേരാം. സോ അതുവരെയും എല്ലാവർക്കും നമസ്കാരം. ഒൺസെങ്കിൽ എല്ലാവർക്കും നന്ദിയുണ്ട് ക്ഷണപ്രകാരം ഇവിടെ എത്തിച്ചേർന്നതിന് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇറ്റ്സ് മീ ആര്യ. താങ്ക് യു.